Hello aspirants, let's discuss about wildlife trade. എന്താണ് സൈറ്റ്സിൻ്റെ പൂർണ്ണരൂപം? കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോന. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെയോ സസ്യജാലങ്ങളുടെയോ ഒക്കെ വ്യാപാരം നിയന്ത്രിക്കാനും നിരോധിക്കാനും വേണ്ടി ഗവൺമെൻറ്റുകൾ തമ്മിൽ നടത്തുന്ന ഒരു ആഗോള കരാറാണിത്. 1973 ഒരു പ്രമേയം തയ്യാറാക്കിയതിലൂടെ 1975 സൈറ്റ്സ് പ്രാബല്യത്തിൽ വന്നത്. ഇതിലൂടെ 40,000-ലധികം സ്പീഷീസുകളുടെ വ്യാപാരം ഇപ്പോൾ നിയന്ത്രിക്കപ്പെടുന്നു. ഇന്ത്യ സൈറ്റ്സിൽ അംഗമായ വർഷം 1976. 2019 കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ ഇന്ത്യ സ്റ്റാർ ടോർട്ടോയിസ്, സ്മോൾ ക്ലോഡ് ഓട്ടർ, ടൊക്കെ ജെക്കോ, വെഡ്ജ് ഫിഷ്, ഇന്ത്യ റോസ്വുഡ് എന്നിവയെ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, സ്പാനിഷ് എന്നീ ഭാഷകളിലാണ് സൈറ്റ്സിൻ്റെ ഉടമ്പടി ലഭ്യമാകുന്നത്. ട്രാഫിക് ആരുടെ സംയുക്ത സംരംഭമാണ്? ട്രാഫിക്കിൻ്റെ പൂർണ്ണരൂപം ട്രേഡ് റെക്കോർഡ്സ് അനലൈസിസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോന ഇൻ കൊമേഴ്സ്. ഇത് 1976 സ്ഥാപിതമായ ഒരു വന്യജീവി വ്യാപാര മോണിറ്ററിംഗ് നെറ്റ്വർക്കാണ്. വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇതര സംഘടനയാണ് ട്രാഫിക്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെയും ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെയും ഒരു സംയുക്ത സംരംഭമാണ് ട്രാഫിക്. ഇതിൻ്റെ ആസ്ഥാനം UK-യിലെ കേംബ്രിഡ്ജിലാണ്. വന്യജീവി വ്യാപാരം പ്രകൃതിയുടെ സംരക്ഷണത്തിന് ഭീഷണിയാകാതെ നോക്കുക എന്നതാണ് ട്രാഫിക്കിൻ്റെ പ്രധാന ലക്ഷ്യം. സൈറ്റ്സുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവരങ്ങൾ. സൈറ്റ്സിൻ്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലാൻഡ്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. 3 അനുബന്ധങ്ങളിലായിട്ടാണ് ജീവികളെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്നത് അനുബന്ധം 1-ൽ പറഞ്ഞിട്ടുള്ള മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കുമാണ്. 1976 ഇന്ത്യ ഇതിൽ അംഗമായിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കുന്നത് വനസംരക്ഷണ നിയമം 1972 അടിസ്ഥാനത്തിലാണ്. സൈറ്റ്സിൻ്റെ അനുബന്ധം 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ പരിവേഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. രാജ്യത്തെ വന്യജീവികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ പാർലമെൻറ്റ് 1972 പാസാക്കിയ നിയമമാണ് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972. ഇതിന് 7 അധ്യായങ്ങളാണ് ഉള്ളത്. 8 തവണ ഈ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഭേദഗതി ചെയ്ത വർഷം 2022. രാജ്യത്തുടനീളം വനത്തിൻ്റെയും വന്യജീവിയുടെയും സംബന്ധിച്ച വിഷയങ്ങളിൽ ഏകീകൃതമായി പിന്തുടരുന്ന ഒരു നിയമമാണിത്. വന്യജീവികളുടെയും വനവിഭവങ്ങളുടെയും അനധികൃത വ്യാപാരം നിയന്ത്രിക്കുക ഈ നിയമത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. ഈ നിയമത്തിൻ്റെ ഷെഡ്യൂൾ 1, 2, 3, 4 എന്നിവയിൽ വ്യക്തമാക്കിയിട്ടുള്ള ഏതെങ്കിലും വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് ഈ നിയമം നിരോധിക്കുന്നു. എന്നാൽ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും അനുമതി ലഭിച്ച ശേഷം ഈ ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനും കൊല്ലാനും സാധിക്കുന്നതാണ്. എന്നാൽ അപ്രകാരം അവയെ കൊല്ലണമെങ്കിൽ അവ മനുഷ്യജീവനോ സ്വത്തിനോ ഭീഷണിയായി തീരുന്നു എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ അവയെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. ഉചിതമായ ഏതൊരു പ്രദേശത്തെയും വന്യജീവി സങ്കേതമായോ ദേശീയ ഉദ്യാനമായോ പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. ഇന്ത്യയിൽ രക്തചന്ദനം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ പൂർവ്വഘട്ട മലനിരകളിലാണ്. ഇവയുടെ കള്ളക്കടത്ത് തടയുന്നതിനു വേണ്ടി സൈറ്റ്സിൻ്റെ അപ്പൻഡിക്സ് 2-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഓപ്പറേഷൻ ശേഷ എന്ന് പറയുന്നത് രക്തചന്ദന കള്ളക്കടത്ത് തടയുന്നതിന് വേണ്ടി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് നടത്തിയ ഒരു ദൗത്യമാണ്.